നമുക്കിന്ന് കണ്ണൂർ സ്റ്റൈലിൽ നാടൻ ചക്ക വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നുന്നില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. പ്രത്യേകിച്ച് നമുക്ക് ചക്ക കറിയും ചക്ക വറവും ഒക്കെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ചക്കയുടെ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലായിടത്തും ചക്ക കിട്ടുന്ന സീസണാണല്ലോ, അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കറിയൊക്കെ പോലെ തോന്നിപ്പിക്കുന്നൊരു ചക്കക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ചക്ക എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. ചക്ക ഞങ്ങളിവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ചക്ക പോലെ അല്ലെങ്കിൽ കുറേ സമയമെടുത്തിട്ട് ചെയ്യേണ്ട ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഉമ്മയും അനിയത്തിയും താമസിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഉമ്മാൻ്റെ അനിയത്തിയും താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇതുപോലെയുള്ള ജോലികൾ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ബോറടിക്കാതെ ചെയ്യാം. പിന്നെ അധ്വാനവും കുറയും. വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമുക്ക് വിഭവങ്ങളൊന്നും കുറച്ച് അധ്വാനം കൂടിയതാണെങ്കിൽ ഉണ്ടാക്കാനൊന്നും മടിയുണ്ടാവില്ല. എപ്പോഴും നല്ല ഉത്സാഹമായിരിക്കും നമ്മളെല്ലാവരും കൂടി ഒരു ടീമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ഞങ്ങൾ ചക്ക ക്ലീൻ ചെയ്യുന്നത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഈ ചക്ക വറവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഇളം ചക്കയാണ് എടുത്തിട്ടുള്ളത്. അധികം വലിപ്പമില്ലാതെ ഒരു ചെറിയ ചക്കയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സാണ് ഇനി ഞാൻ ലാസ്റ്റ് കാണിക്കുക. അപ്പോൾ ഒരു ചെറിയ ചക്കയാണ് കേട്ടോ, അധികം വലിപ്പമൊന്നും ഇല്ലാത്ത ഒരു ചക്ക. ചക്കയിൽ നിന്നും ചുള മുഴുവൻ മാറ്റിയിട്ട് ഒരു വലിയ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചുള ആദ്യം നമുക്ക് ഇതുപോലെ കുരുവിൽ നിന്നും അടർത്തിയെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ചുള മാറ്റാം. ഈ കുരുവാണെങ്കിൽ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യണം. കുരുവിൻ്റെ പുറത്തുള്ള തൊലി നന്നായിട്ട് കളഞ്ഞെടുക്കാം. ആ ഒരു ബ്രൗൺ കളറിൽ കാണുന്ന തൊലി അധികം കളയണമെന്ന് നിർബന്ധമില്ല. പുറത്തെ കട്ടിയായിട്ടുള്ള തൊലി മുഴുവനായിട്ട് കളഞ്ഞെടുത്താൽ മതി. ബ്രൗൺ കളർ കുറച്ച് അവിടെ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ചക്ക വറവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അല്പം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. അതുപോലെ ചുളയും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചക്ക എടുക്കുമ്പോൾ ഇളം ചക്ക തന്നെ എടുക്കുക. മൂപ്പ് കൂടിയ ചക്ക വറുത്താൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇളം ചക്ക തന്നെ എടുക്കുക. ചക്ക ചുളയും കുരുവൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെച്ചതാണിത്. നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കുക. ഇനി നമുക്ക് ചക്കയിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ചക്കയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് മാറ്റാം. ഇത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 അല്ലെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ തന്നെ മതിയാവും. ഇളം ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ 2 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ഈ പ്രഷർ കുക്കർ തുറന്ന് നോക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ അലിഞ്ഞ് വരുന്നത് പോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ ചക്കയിലൊന്ന് വറുത്തിടണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലോണം ചേർക്കണം. ചക്ക വറവിന് നല്ലോണം കടുക് ആവശ്യമുണ്ട്. കടുക് മുഴുവൻ ഇവിടെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ 2 ബൾബ് വെളുത്തുള്ളി, അതായത് ഇന്ത്യൻ വെളുത്തുള്ളി 2 ബൾബ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് അല്പം വറ്റൽമുളകും കൂടി ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 6-7 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ കളറ് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനൊരു വലിയ തേങ്ങ മുഴുവനായിട്ട് ചിരകി ഇതിലേക്ക് ചേർക്കുകയാണ്. തേങ്ങയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. സാധാരണ നമ്മൾ വറവിനൊക്കെ ഇടുന്നതിനേക്കാളും കൂടുതൽ തേങ്ങ ചക്ക വറവിൽ നമ്മൾ ആഡ് ചെയ്യും. നമ്മുടെ ചക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്തത് റെഡി ആയി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അല്ലെങ്കിൽ കഞ്ഞിയുടെ ഒപ്പം, ചോറിനേക്കാളും ടേസ്റ്റ് ചെയ്ത് കഞ്ഞിയുടെ കൂടെയാണ്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു വറവ് എന്തായാലും വേറെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്തതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇളം ചക്ക തന്നെ എടുക്കുക. മൂത്ത ചക്കയാണെങ്കിൽ വറുത്താൽ ഒട്ടും നന്നാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചക്ക വറവൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്ക ആൾക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.